Good morning, one and all. Welcome. Hope you all are fine and safe. So let's continue with the world of poetry. We are dealing with Module 1 of Introducing Literature, the poetic session. So in the last class, we had seen what an enjambment is. So what does it mean by enjambment? This French term, to stride over, to come across or to encroach. മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ അതിക്രമിച്ച് കിടക്കുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഒരു മെട്രിക്കൽ ലൈനിൽ നിന്ന് അടുത്ത മെട്രിക്കൽ ലൈനിലേക്കുള്ള ഒരു അതിക്രമിച്ച് കടന്നു കൂടലാണ് ഈ എൻജാംമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ പെർട്ടിക്കുലർ ഫീച്ചർ ഇൻ പോയട്രി ത്രൂ വിച്ച് different aspects can be expressed, maybe the different sorts of meaning or the emotions of the poet, or if the poet want to trick the reader and all that. Okay, so നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ today let's go through few examples regarding the same thing, that is enjambment, as a continuation of the last class. So we had seen very few examples in the last class. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണെങ്കിൽ മെക്ബത്തിൻ്റെ ആ ഒരു സ്പീച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തോമസ് ഹാർഡിയുടെ അല്ലേ വുമൻ മച്ച് മിസ്ഡ് എന്ന് പറഞ്ഞിട്ട് ദ വോയിസ്, അദ്ദേഹത്തിൻ്റെ വൈഫിനെ മിസ് ചെയ്യുന്ന ആ ഒരു ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് വൈഫ്. So he's lamenting, not lamenting, he's thinking about, he has got that reminiscence about his deceased wife. His thoughts are, all the thoughts were about his wife and her good old days and their good old days, their courtship and all that. അവരുടെ ആ ഒരു പ്രണയ ദിവസങ്ങളും ആദ്യമായി കണ്ടുമുട്ടിയതൊക്കെ ഇങ്ങനെ അന്നത്തെ അവൾ എത്ര സുന്ദരിയായിരുന്നു എന്നൊക്കെയുള്ള കുറേ അയവിറക്കലുകളാണ്, മെമ്മറീസാണ് നമുക്ക് ഹാർഡിയുടെ ഈ വേർഡ്സിലൂടെ, ദി വോയിസ് എന്ന് പറഞ്ഞ പോയത്തിലൂടെ കാണാനായിട്ട് സാധിച്ചത്. So there we can see the thought, it's flowing from one line to the another line and then to the another line and all that. And he had mixed it up. He had used end stop line as well as enjambment. Hope you remember what is an end stopped line. What is it? End stop line. ഒരു വരിയിൽ തന്നെ കംപ്ലീറ്റ് തോട്ട് പറഞ്ഞു വെക്കുകയാണെങ്കിൽ that is called as end stopped line. In your textbook it's written like this: each line holds a single thought that finishes within the line. These are called end-stopped lines. As we had seen Tennyson's Tithonus, the woods decay and fall. The vapors weave their burden to the ground. That is an example for what? End-stopped line. And this Thomas Hardy's poem we can see, but at first when our day was fair, that is an end-stopped line, whereas the other lines saying women much missed, have you called to me, saying that now you are not as you were when you had changed from the one who was all to me. ആ ലൈനിൽ നമുക്ക് കാണാൻ പറ്റും that thought is moving or flowing from one line, from the second line to the third line. സോ തോട്ട് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെയാണ് അവിടെ സ്ട്രക്ചറും വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ റിതം, ബേസിക്കായിട്ടുള്ള നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുള്ള മീറ്റർ, മെട്രിക്കൽ പാറ്റേൺ ഉണ്ട് അല്ലേ. മെട്രിക്കൽ പാറ്റേൺ നമ്മൾ എന്തൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്? ഡ ഡം ഡം ഡ അല്ലേ, അങ്ങനെ കുറേ പാറ്റേൺ കണ്ടു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഡാഡം 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 ഡാഡം, അങ്ങനെ ഒരു ലൈൻ. നെക്സ്റ്റ് ലൈൻ ഡാഡം 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 ഡാഡം. സോ ഇവിടെ ഈ പറയുന്ന ബീറ്റുകൾ ഒരു താളം കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈ താളം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇതേ താളം തന്നെ അടുത്ത വരിയിൽ വരുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ? അതൊരു മൊണോട്ടണസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ഒരു ഡൾനെസ് ക്രിയേറ്റ് ചെയ്യും അല്ലേ. ഈ ഡൾനെസ്സിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് എൻജാംമെൻറ്റിന് സാധിക്കുന്നു എന്നാണ് പലരുടെയും അഭിപ്രായം. യെസ്, വി ക്യാൻ സീ ദാറ്റ് എൻജാംമെൻറ്റ് ഇറ്റ് ബ്രേക്സ് ദ റിതം ഓർ ദ മെട്രിക്കൽ പാറ്റേൺ. കാരണം എന്താ, ഒരു ലൈൻ കംപ്ലീറ്റ് ആവണേക്കാട്ടിലും മുന്നേ അടുത്ത ലൈനിലേക്ക് അത് വരികയാണ്. സോ ഇറ്റ് ഡെഫിനറ്റ്ലി ഇറ്റ് ബേസിക്കലി പ്രാക്ടിക്കലി ബ്രേക്ക് ദ മെട്രിക്കൽ പാറ്റേൺ ഓർ ദാറ്റ് റിതം. ആ റിതത്തെ അവർ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡൾനെസ്സും ഈ എൻഡ് സ്റ്റോപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന, ഈ റിതമിക്കായിട്ട് പോകുന്ന ലൈനുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഡൾനെസ്സിനെ ബ്രേക്ക് ചെയ്തിട്ടൊരു ഫ്ലോയിങ് ഓർ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് എൻജാംമെൻറ്റ് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. Okay, and we had seen Macbeth's that speech, his confusion, his dilemma expressed in those lines. I have no spur to prick the sides of my intent, but only vaulting ambition which overleaps itself and falls on the other. How now, what news? Macbethinte Act 1 Scene 7 ഉള്ള ഒരു ഡൈലമ, അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ഫ്രസ്ട്രേഷൻ അത് കാണിക്കാനായിട്ട്
Shakespeare, he had used this particular technique called as enchantment. സി ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ സിനിമകളിൽ പല സിനിമകളിലും പെർട്ടിക്കുലർലി ഒരു ഹീറോയിസം അല്ലെങ്കിൽ ഒരു കമ്മീഷണർ പോലത്തെ മൂവി, ഒരു പോലീസ് ഓഫീസർ, ഒരു സുരേഷ് ഗോപിയുടെ കഥാപാത്രം അല്ലേ, അതിലേക്കാണ് നമ്മൾ എത്തുന്നത്. അല്ലെങ്കിൽ ഒരു മമ്മൂട്ടിയുടെ ഒരു മൂവി, ഒരു പോലീസ് ഓഫീസറായിട്ടോ ഒരു കളക്ടറായിട്ടോ ഒക്കെയുള്ളൊരു മൂവി, അല്ലെങ്കിൽ ഒരു ഗുണ്ട ലെവലിൽ നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രം, നരസിംഹം ആയിക്കോട്ടെ, ദേവാസുരം ആയിക്കോട്ടെ, ആറാം തമ്പുരാൻ ആയിക്കോട്ടെ, ലോങ് ചില സ്പീച്ചസ് പറയുമ്പോഴത്തേക്കും അതിൽ ചിലപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ് എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ കേട്ടിട്ട് കൈയടിക്കാറുണ്ട് പലപ്പോഴും. ബിക്കോസ് ഓഫ് ദാറ്റ് കോംപ്ലെക്സിറ്റി ഓഫ് ദ സ്പീച്ച് ദേ ക്രിയേറ്റ്. പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നീ പോടാ, നിന്നെ ഞാൻ കാണിച്ചു തരുമ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ബിറ്റ്സ് ഓഫ് ഡയലോഗ്സ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ മോഹൻ തോമസിൻ്റെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഡയലോഗ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതങ്ങോട്ട് കേട്ടിങ്ങനെ വന്നിട്ട് നമ്മളൊന്ന് കൈയടിക്കും. പ്രേമം എന്ന് പറയുന്ന മൂവിയിൽ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് വന്നിട്ട് അതിൽ മെയിനായിട്ടുള്ള നമ്മുടെ കഥ ജോർജിൻ്റെ പപ്പ വന്നിട്ട് രഞ്ജി പണിക്കർക്ക് ചെയ്ത കഥാപാത്രം വന്നിട്ടൊരു ഘനഗംഭീര ഡയലോഗ് അടിക്കുന്നുണ്ട്. ആ ഡയലോഗ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കഥാപാത്രം ഹൂ ഇസ് ദാറ്റ്, ആരാണ്, സൗബിൻ്റെ കഥാപാത്രം, ആള് വിസിലടിക്കുന്നുണ്ട്. Don't you bloody try to trouble me ever again for such petty, flimsy issues. Call him. Manner, please take care of him, Mr. George. എന്നാ പിന്നെ അങ്ങനെ ജോർജ് വാടാ. സോ ദീസ് ഡയലോഗ്സ് ഇത് ഇത്രയും ചെറിയ ഡയലോഗായിട്ട് പറഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യില്ല. അതേസമയം കുറച്ച് കോംപ്ലെക്സിറ്റിയോട് കൂടിയിട്ട് ആ ഡയലോഗ് പറഞ്ഞപ്പോഴത്തേക്കും അത് കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകത, ഒരു ഗ്രാൻഡ്യൂറൊക്കെ തോന്നും. സംതിങ് ഈസ് ദർ ഇൻ ദിസ് പേഴ്സൺ ഓർ ദാറ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ തോന്നും. ഇത് പോയട്രിയിൽ കാണാൻ പറ്റും ത്രൂ ദിസ് ടെക്നിക് കോൾഡ് ആസ് എൻചാൻമെൻറ്റ്. എൻസ്റ്റോപ്പ് ലൈൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, സ്ട്രെയിറ്റ് ഫോർവേഡാണ് അല്ലേ. വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഇത് കവിത സിമ്പിളാണെന്നോ അല്ലെങ്കിൽ ഈ വരികളിൽ അർത്ഥമില്ലെന്നോ എന്നൊന്നും അല്ല പറയുന്നത്. ഇതിലും കോംപ്ലെക്സ് ആണ് ഒരു എൻചാൻമെൻറ്റ് ലൈൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ് വാദം. നമുക്കത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് റീഡറിൻ്റെ കയ്യിലിരിക്കണം. എനിവേ അത് കൺസ്ട്രക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഓരോ ഇൻറ്റൻഷൻസ് ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ കുറച്ച് ഇൻറ്റൻഷൻസിലൂടെ ഒന്ന് കടന്നു പോവാം. വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ കടന്നു പോവുകയാണ്. എക്സാമിന് അങ്ങനെ അത്ര ഇലാബറേറ്റ് ചെയ്തിട്ട് ചോദിക്കാനൊന്നും ഉണ്ടാവില്ല. യു ഹാവ് ടു മാർക്ക് ഓൺലി ദ എൻചാൻമെൻറ്റ്. മാർക്ക് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. മാർക്കിംഗ് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഈ എൻചാൻമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഈ പെർട്ടിക്കുലർ ടെക്നിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതിലൂടെ ഒന്ന് കടന്നു പോകാം. എൻസ്റ്റോപ്പ് ലൈൻസ് ആർ റിതമിക് ബട്ട് അൾട്ടിമേറ്റ്ലി ഡൾ. ആസ് വി ഓൾറെഡി മെൻഷൻഡ്, എൻചാൻമെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതേസമയം എൻസ്റ്റോപ്പ് ലൈൻ റിതമിക് ആണ്, ദർ ഇസ് എ താളം ഇൻ ഇറ്റ്, ബട്ട് ഇറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി ഡൾ. കാരണം ഈ താളം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. അയാംബിക് ഓക്കെ, ഇടയിലൊരു ട്രോക്കി ഓക്കെ, അങ്ങനെ ഇടയിലൊരു ട്രോക്കി വരുമ്പോൾ ചിലപ്പോൾ അതിനൊരു കുറച്ച് വ്യത്യാസം വരും. കാരണം നമ്മളൊരു താളം ഡാഡം 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 ഡം ഡാ ഡം ഡാ ഡം ഡാ ഡം ഡാ, അപ്പോൾ താളം വ്യത്യാസം വന്നു. അപ്പോൾ അതൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യും. അത് പിന്നെയും കുറച്ചും കൂടി രസകരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അത് വെറും ഒരു മൊണോട്ടണി ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ മൊണോട്ടണിയെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലാണ് ആര് വരുന്നത്, എൻജാംമെൻറ്റ് വരുന്നത്. എൻജാംമെൻറ്റ് അലൗസ് ലൈൻസ് ടു മൂവ് മോർ കോംപ്ലിക്കേറ്റ്ലി ദാൻ ദേ വുഡ് ഹവ് സിംപ്ലി എൻസ്റ്റോപ്ഡ്. എൻസ്റ്റോപ്ഡിൽ വളരെ പ്ലെയിൻറ്റീവായിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളെക്കാട്ടിലും കോംപ്ലെക്സ് ആയിട്ടൊരു നെർവസ്നെസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആര് വരുന്നത്, എൻചാൻമെൻറ്റ് അലൗ ചെയ്യുന്നത്. ഒരു ലൈൻ അടുത്ത ലൈനിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് ഒരു ഫ്ലോയുമാണ്. അതേസമയം തന്നെ വായനക്കാരന് ഒരു എന്താ ഇതിപ്പോൾ ഇതിങ്ങനെ ബ്രേക്കായി വരുമ്പോൾ എന്താണ് തോട്ട് എന്നൊക്കെ രീതിയിൽ ഒരു കോംപ്ലെക്സിറ്റി അവിടെ ക്രിയേറ്റഡായി വരുന്നു. Allows the line to move more quickly as the eye hopes to the next line to follows the thought or meaning of the poem. ഇവിടെ പറയുന്നത് ഇപ്പോൾ ഹാഡിയുടെ ദ വോയിസ് എന്ന് പറയുന്ന ആ പോയത്തിലെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് he could be able to hear the voice of his deceased beloved. അപ്പോൾ മരിച്ചുപോയ ഈ സ്ത്രീയുടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാം. അത്രമാത്രം ഇൻറ്റിമേറ്റ് ആയിരുന്നു അവരുടെ റിലേഷൻഷിപ്പ്. And he is thinking about, all the time he is thinking about this person. So ഈ
കണ്ടിന്യൂസ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? എൻജായ്മെൻറ്റിലൂടെയാണ്. അപ്പോൾ എൻജായ്മെൻറ്റ് നമ്മളെങ്ങനെ തിങ്ക് ചെയ്യുക? നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെയോ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. ഈ കണ്ടിന്യൂറ്റി സ്ട്രക്ചറിലൂടെ കൊണ്ടുവരാണ് എന്ത് ചെയ്യുന്നത്? എൻജായ്മെൻറ്റ് ചെയ്യുന്നത്. സോ എൻജായ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു മീനിങ് കൺവേ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഇമോഷനെ സ്റ്റോപ്പ് ലൈനിനെക്കാട്ടിലും കുറച്ചും കൂടെ ഡെപ്തിൽ കൺവേ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആൻഡ് ഇറ്റ്സ് മൂവ്മെൻറ്റ്, ഇറ്റ് വിൽ അലൗ ദ റീഡർ ടു മൂവ് ഓർ ടു ഹോപ്പ് ഫ്രം വൺ ലൈൻ ടു അനദർ ലൈൻ. കാരണം അത് അടുത്ത വരിയിലേക്കാണ് അതിൻ്റെ ബാക്കി കിടക്കുന്നത്. ഈ പണ്ടത്തെ ചില നോവൽസ് ഓർ സീരിയൽസ് ഓർ സീരീസ്, യെസ്, അതെങ്ങനെ എൻഡ് ചെയ്യുന്നത്? എപ്പോഴും അത് എൻഡ് ചെയ്യുമ്പോൾ ഒരു ബ്രേക്ക് ത്രൂ ഇട്ടിട്ടാണ് അത് എൻഡ് ചെയ്യുക. നെക്സ്റ്റ് ആരെങ്കിലും ഒന്ന് കണ്ടിട്ട് ചിലപ്പോൾ ഇങ്ങനെ സ്റ്റണ്ടായിട്ട് നിൽക്കുന്നിടത്തായിരിക്കും മണി ഹേസ്റ്റ് ഓർ ഗെയിം ഓഫ് ത്രോൺസ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, വിച്ച് എവർ യുവർ ഫേവറേറ്റ് സീരീസ്. അപ്പോൾ ഇതൊക്കെ എൻഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമിലായിരിക്കും. പണ്ടൊക്കെ നോവൽസിലാണെങ്കിൽ അതിൻ്റെ അവസാനം തുടരും, ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. തീക്ഷ്ണമായ 2 കണ്ണുകൾ വന്ന് നിൽക്കുന്നിടത്തായിരിക്കും കഥ അവസാനിക്കുക. സോ ഇറ്റ് creates a sort of curiosity or anxiety in the readers. അടുത്തത് എന്താ, ഡെഫിനറ്റ്ലി അടുത്തത് വായിക്കും. ഇത് തന്നെയാണ്, അടുത്ത വരിയിലേക്ക് ഇങ്ങനെ നമ്മളെ പെർസ്വേഡ് ചെയ്യുകയാണ്, റീഡേഴ്സിനെ പെർസ്വേഡ് ചെയ്യുകയാണ് കണ്ടിന്യൂ ചെയ്ത് വായിക്കാനായിട്ട്. ക്വിക്ക്ലി, മെല്ലെയല്ല, പെട്ടെന്ന് നമ്മളിങ്ങനെ ഹോപ്പ് ചെയ്ത് പോവുകയാണ്, ചാടി അടുത്ത വരിയിലേക്ക് പോവുകയാണ്. ഓക്കെ, and we can see that it add complexity. Yes, we mentioned that point. Enjambment do not have a punctuation mark at the end. Enjambmentന് പങ്ക്ച്വേഷൻ മാർക്ക് അവസാനം ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത്. പങ്ക്ച്വേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബിക്കം ആൻ എൻഡ് സ്റ്റോപ്ഡ് ലൈൻ. സോ പങ്ക്ച്വേഷൻ മാർക്ക് ഉണ്ടാവില്ല. കോമാസ് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ആൻഡ് ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ടും ഇത്തരത്തിലുള്ള ചില പങ്ക്ച്വേഷൻ മാർക്ക് ചിലപ്പോൾ ചില റൈറ്റേഴ്സ് ഇടാറുമുണ്ട് എന്ന് പറയുന്നു. And a running of thought, as we mentioned, running of thought from one line to another without final punctuation or terminal punctuation, that means full stop and all that, to trick the reader. The poet wants to trick the reader. Poet lead their readers to think of an idea, then move on to the next line, giving an idea that conflicts with it. അപ്പോൾ ആദ്യം പറഞ്ഞ ഐഡിയനെ നിന്നും കുറച്ച് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ളൊരു ഐഡിയ ആയിരിക്കും അടുത്ത ലൈനിൽ കിടക്കുന്നുണ്ടാവും. അതിലേക്ക് ഇങ്ങനെ പെർസ്വേഡ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു ടെക്നിക്ക് ചിലപ്പോൾ ചില പോയറ്റ്സ് യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള എൻജായ്മെൻറ്റ് വഴി എന്നാണ് അദ്ദേഹം ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത്. Can achieve a fast pace of rhythm by using enjambment. We already mentioned that multiple ideas can be expressed without using semicolons, periods or commas and all that. Full stop or comma ഒന്നും ഉപയോഗിക്കാതെ മൾട്ടിപ്പിൾ ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ഐഡിയ തന്നെ കണ്ടിന്യൂ ചെയ്ത് അതിനെ റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. Helps readers to continue thinking about the idea. Okay, സെയിം തന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പറയുന്നത്. ഇറ്റ് ക്രിയേറ്റ്സ് എ സോർട്ട് ഓഫ് ടെൻഷൻ. ഇറ്റ് വിൽ ഹാവ് ഗോട്ട് എ കൈൻഡ് ഓഫ് ഫ്ലോയിങ് ഇഫക്റ്റ് ആസ് വെൽ ആസ് ഇറ്റ്സ് വെരി ക്വിക്ക്. ഇറ്റ് ക്രിയേറ്റ്സ് എ സോർട്ട് ഓഫ് മൊമെൻറ്റം. ഇറ്റ് വിൽ അലൗ ദ റീഡർ ടു പെർസ്വേഡ്. It will persuade the reader to read continuously, and it will make the reader to hope from one line to another line and all that. So basically നമ്മൾ പറയുകയാണെങ്കിൽ this is a play with syntax. This allows poetry to be much more complex. And stop lineൻ്റെ ആ പ്ലെയിൻ ആയിട്ടുള്ള വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പാറ്റേണിനെക്കാട്ടിലും കുറച്ചിങ്ങനെ കാര്യം അല്ലേ, ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്, വളഞ്ഞൊന്ന് മൂക്കുടിക്കുമ്പോഴാവും ചിലപ്പോൾ ചിലതൊക്കെ രസകരമായിട്ട് നമുക്ക് തോന്നുന്നത്. ലിറ്ററേച്ചറിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രത്യേകതയോട് കൂടിയിട്ടാണ് എൻജായ്മെൻറ്റ് നമുക്ക് പോയട്രിയിൽ കാണാൻ സാധിക്കുന്നത്, വിച്ച് ഗിവ്സ് എ കോംപ്ലെക്സിറ്റി, rather complexity to the poems we read. Okay, and create an element of surprise and all that. Yes, so ഇതാണ് ബേസിക്കലി നമ്മൾ എൻജായ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസും അതിൻ്റെ കുറേ ഫീച്ചേഴ്സും ഒക്കെ ആയിട്ട് കാണുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസിലൂടെ കടന്നു പോവാം. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ആദ്യം പറയുകയാണ്. കൺസിഡർ ദിസ് സെൻറ്റൻസ്. We were running to find what had happened beyond the hills എന്നാണ് സെൻറ്റൻസ്. ഈ സെൻറ്റൻസിനെ പോയറ്റിക് ഫോമിൽ എഴുതുമ്പോൾ we were running to find what had happened beyond the hills എന്നിങ്ങനെ എഴുതുവാണെങ്കിൽ അതിൽ ഓരോ ലൈനും നമ്മൾ നോക്കുമ്പോൾ we were running, it is not an end stop line. അടുത്ത വരിയിലേക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ വന്നിട്ടുണ്ട്, running to find what had happened beyond the hills. ഇതാണ് എൻജായ്മെൻറ്റ് എന്ന് പറയുന്നത്. കണ്ടിന്യൂ ചെയ്ത് അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു ഫാസ്റ്റ് പേസിൽ ഇത് വായിച്ചു പോകും. ആ പോയട്രിയുടെ ആ ഒരു ഫ്ലോ അത് കുറച്ചും കൂടെ എൻറിച്ച് ചെയ്യുന്നതാണ്
പറയുന്നത്. നമ്മളുടെ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു മാർക്ക് ദി എൻജാംമെൻറ്റ് ഹിയർ. എക്സാമിന് അങ്ങനെയാണ് നിങ്ങൾക്ക് പോയറ്റിക് ലൈൻസ് വരും, അതിൽ എൻജാംമെൻറ്റ് മാർക്ക് ചെയ്യുക. ഈ ചാടിപ്പോയ സ്ട്രൈഡ് ചെയ്ത് പോയിട്ടുള്ള എൻക്രോച്ച് ചെയ്ത് പോയിട്ടുള്ള ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള വാക്കുകളെ നമ്മളൊന്ന് അടയാളപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? വി വർ റണ്ണിങ് ടു. സോ മുകളിലത്തെ ലൈനിലെ റണ്ണിങ് അണ്ടർലൈൻ ചെയ്യണം, താഴത്തെ വരിയിലെ ടു അണ്ടർലൈൻ ചെയ്യണം. അതാണ് അവിടെ സ്ട്രൈഡ് ചെയ്ത് ഇപ്പുറത്തേക്ക് ചാടി വന്നത്, അതിൻ്റെ കണ്ടിന്യൂവേഷൻ. അപ്പോൾ അത് രണ്ടും നമ്മൾ അടയാളപ്പെടുത്തണം. ഫൈൻഡ് വാട്ട് ഹാഡ് ഹാപ്പൻഡ് ബിയോണ്ട് ദ ഹിൽസ്. സോ വി ഹാവ് ടു മാർക്ക് ഹാഡ് ഹാപ്പൻഡ് ആസ് വെൽ ആസ് ദ ബിയോണ്ട്. ആ രണ്ട് ഭാഗമാണ് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പുറത്തെ വരിയിലേക്ക്, അടുത്ത വരിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എൻജായ്മെൻറ്റ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഹാഡ് കൂടെ വരാൻ കാരണം ഹാപ്പൻഡ് എന്ന് മാത്രം നമ്മൾ വായിക്കില്ല, ഹാഡ് ഈസ് ഓൾസോ ആഡഡ് ദർ. സോ ഹാഡ് ഹാപ്പൻഡ് എന്നുള്ളതും കൂടെ അടയാളപ്പെടുത്തണം. അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ സൺ ഹോവേർഡ് എബവ് ദ ഹൊറൈസൺ സസ്പെൻഡഡ് ബിറ്റ്വീൻ നൈറ്റ് ആൻഡ് ഡേ. ഇവിടെ നമുക്ക് എൻജായ്മെൻറ്റ് മാർക്ക് ചെയ്യണം. ദ സൺ ഹോവേർഡ് എബവ് ദ ഹൊറൈസൺ. സോ യു ഹാവ് ടു മാർക്ക് എബവ് ആസ് വെൽ ആസ് ദ horizon, suspended between night and day. So you have to mark between and night. And then we can see a very famous example from Keats' poem Enchantment. Enchantment എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. A thing of beauty is a joy forever. We know that he is a person who enjoyed beauty in art. And that beauty, he believed that it is true. സത്യം ശിവം സുന്ദരം. സുന്ദരമായതെന്തും സത്യമുള്ളതാണ്, സത്യമുള്ളതെന്തും സുന്ദരമായതാണ്. ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി എന്ന് അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നു. ആൻഡ് ഹീ ഹാഡ് സീൻ ദിസ് ബ്യൂട്ടി ഇൻ ആർട്ട് വിച്ച് ഇസ് പെർമനൻറ്റ്. പെർമനൻറ്റ് മീൻസ് ഇറ്റ് ഇസ് ട്രൂത്ത്ഫുൾ. ആൻഡ് we can see these lines here. Just let's crack these lines. A thing of beauty is a joy forever. It is an end-stopped line. A thing of beauty is a joy forever. A thing of beauty is a joy forever. That is an end-stopped line. കാരണം ആ വരിയിൽ തന്നെ തോട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. A thing of beauty is a joy forever. That line is completed with the thought. അത് end-stopped line ആണ്. അടുത്ത ലൈനിലേക്ക് വരൂ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. Its loveliness increases. It will never pass into nothingness, but still will keep above a quiet forest and asleep. Its loveliness increases. It will never pass into. It will never എന്ന് പറഞ്ഞ് നിർത്തിയ ആ വരി അപൂർണമാണ്. It is incomplete. It will never pass into. അപ്പോൾ പാസ് കിടക്കുന്നത് എവിടെയാണ്? നെക്സ്റ്റ് ലൈനിലേക്കാണ്. സോ ദാറ്റ് ലൈൻ ഇസ് എൻ എൻജാംഡ് വൺ. സോ യു ഹാവ് ടു മാർക്ക് വിൽ നെവർ. നെവർ എന്ന് മാത്രം മാർക്ക് ചെയ്താൽ പോരാ, വില്ലും കൂടെ മാർക്ക് ചെയ്യണം. വിൽ നെവർ ആൻഡ് യു ഹാവ് ടു മാർക്ക് ദ പാസ് ഓൾസോ ഹിയർ. Pass into nothingness, but still will keep above. Will keep എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയും അത് ഇൻകംപ്ലീറ്റ് ആണ്. യു ഹാവ് ടു go on or move on to, run on to the next line. Above, quiet forest and asleep. So you have to mark will keep and above. And consider the fifth line. Full of sweet dreams and health and quiet breathing. Full of sweet dreams and health and quiet breathing is an end-stopped line. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മാർക്കിംഗ് ചെയ്യേണ്ടത്. എൻജായ്മെൻറ്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് അടുത്ത വരിയിലേക്ക് പോകുന്ന ഏത് വരിയാണോ ആ വരിയിൽ വരുന്ന ആ വാക്കുകൾ, ആ ചാടിപ്പോയ വാക്കുകളെയും അതിന് തൊട്ട് ബ്രേക്ക് വന്നിട്ടുള്ള വാക്കിനെയും നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണം എൻജായ്മെൻറ്റ് മാർക്ക് ചെയ്യാനായിട്ട്. That is a very beautiful poem by Rilke, the Bohemian Austrian poet. You can learn his memorable poem Childhood in Appreciating Poetry in your second semester. Anyhow, Love Song എന്ന് പറയുന്ന റിൽക്കയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് പോയം ഉണ്ട്. ആ പോയത്തിൽ ഇതുപോലെ ഒത്തിരി എൻജോയ്മെൻറ്റ് കാണാൻ പറ്റും. ഐ എം നോട്ട് മെൻഷനിങ് ഇറ്റ് ഹിയർ, ജസ്റ്റ് ഗോ ആൻഡ് റെഫർ ദാറ്റ് പോയം. റിൽക്കെ, റെയ്ന മരിയ റിൽക്കെ എന്ന് പറയുന്ന ഓസ്ട്രിയൻ പോയറ്റിൻ്റെ കവിതയാണ് ലവ് സോങ്. ഓക്കെ. And here we have another poem by T.S. Eliot. T.S. Eliot എന്ന് പറയുന്നത് മോഡേൺ പോയട്രി ഓർ മോഡേൺ ലിറ്ററേച്ചറിലെ വളരെ ഒരു അതികായനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഹീ ഈസ് എ
par excellence, a scholar, a critic, a poet, a philosopher. And we can see his wasteland, his masterpiece work. ഒത്തിരി അദ്ദേഹത്തിൻ്റെ വർക്ക്സ്, ഡ്രമാറ്റിസ്റ്റുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മേജറായിട്ടുള്ള ഒരുപാട് വർക്ക്സിൽ ഒരെണ്ണമാണ് വേസ്റ്റ്ലാൻഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ചിലപ്പോൾ 3 വർഷം തികയാതെ വന്നിരിക്കും. നമ്മൾ വേസ്റ്റ്ലാൻഡിലേക്കൊന്നും കടക്കുന്നില്ല. Still, when we see this particular line, April is the cruelest month, breeding lilacs out of the dead land, mixing memory and desire, stirring dull roots with spring rain. Winter kept us warm, covering earth in forgetful snow, feeding a little life with dry tubers. Enjambment linesലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. What is the feeling of the poet? Literally, he is very much frustrated because T.S. എന്ന് പറയുന്നത് ഇന്റർവോർ പീരീഡിൽ, ഇന്റർവോർ ഇയേഴ്സ് അതിൻ്റെ ഇടയിൽ ജീവിച്ചു പോയിട്ടുള്ള ആളാണ്. നമ്മൾ ഒത്തിരി റെസ്ട്രിക്ഷൻസിലാണെങ്കിൽ പോലും, ഒത്തിരി എന്ന് പറയാൻ പറ്റത്തില്ല, ഇത്രയും റെസ്ട്രിക്ഷൻ. വി ഹാവ് ഇലക്ട്രിസിറ്റി, വി ഹാവ് വാട്ടർ supply, we have transportation. Yes, definitely it's controlled during this COVID pandemic and all that. Still we feel a kind of disillusionment in life. എന്തൊരു ബോറാണ് എന്നൊക്കെ ഒരു തോന്നലിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, just think about the world wars, how horrible it was. No water, no electricity. We feel that it's better to die than living എന്നുള്ള ഒരു ഫീലിങ്ങിലൂടെ 2 വേൾഡ് വാറിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണെങ്കിലും, 2 വിറ്റ്നസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി. അപ്പം അത്രയും വലിയൊരു അബിസിമൽ പ്ലൈറ്റ് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു T.S. Eliot ആയിക്കോട്ടെ, W.B. Yeats ആയിക്കോട്ടെ, ഇതുപോലുള്ള ഒത്തിരി റൈറ്റേഴ്സ്, ഓർഡൻ ആയിക്കോട്ടെ. സോ വി ക്യാൻ സീ ഇൻ their writings this kind of disillusionment and frustration, a kind of absurdity and all that. അപ്പോൾ എലിയറ്റിൻ്റെ ഈ വേസ്റ്റ്ലാൻഡ് എന്ന് പറയുമ്പോൾ, വേസ്റ്റ്ലാൻഡ് അത് ഒത്തിരി തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വർക്കാണ്. ദിസ് ഹോൾ വേൾഡ് ഇസ് കൺസിഡേർഡ് ആസ് എ വേസ്റ്റ്ലാൻഡ്, ഹ്യൂമൻ മൈൻഡ് ഇസ് കൺസിഡേർഡ് ആസ് എ വേസ്റ്റ്ലാൻഡ്. In his perspective, England is considered as a wasteland with full of corruption, a kind of മൊറാലിറ്റി ഒക്കെ കറപ്റ്റഡ് ആയിട്ടുള്ളൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നാടിൻ്റെ, ലോകത്തിൻ്റെ, മനസ്സിൻ്റെ ഒക്കെ അവസ്ഥയെ അദ്ദേഹം വിളിച്ചത് വേസ്റ്റ്ലാൻഡ് എന്ന പേരിലാണ്. ആൻഡ് ദിസ് വർക്ക് കണ്ടെയ്ൻസ് പ്ലെൻറ്റി ഓഫ്, or what we could say, rich with a lot of images and rich with a lot of references. ബിബ്ലിക്കൽ ആയിക്കോട്ടെ, ഇന്ത്യൻ ഫിലോസഫി ആയിക്കോട്ടെ, ഖുറാൻ ആയിക്കോട്ടെ, ബൈബിൾ ആയിക്കോട്ടെ, ഗീതയായിക്കോട്ടെ, ഒത്തിരി വർക്ക്സിലെ മിത്തോളജി, ഗ്രീക്ക് മിത്തോളജി ആൻഡ് ഓൾ ദാറ്റ്, ബുദ്ധിസ്റ്റ് ഫിലോസഫി, ഒത്തിരി റെഫറൻസുകളുള്ള ഒരു വർക്കാണ്. ഒരു മോഡേൺ എപ്പിക് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു പോയമാണ് വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ വരി, ഏപ്രിൽ ഇസ് ദ ക്രൂവലസ്റ്റ് മന്ത്. ഇതൊക്കെ ഒത്തിരി റീഡിങ്ങുള്ള വരികളാണ്. ആ വാക്ക് തന്നെ ഏപ്രിൽ, the very word has got different layers of connotative meaning. We just mentioned about the peculiarities of the seasons in our previous class. നമ്മുടെ സീസൺസ് എടുത്ത് നോക്കുമ്പോൾ, we mentioned about spring, summer, autumn and winter. അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിരുന്നു when I had quoted from Shelley's Ode to West Wind, if winter come can spring be far behind. So winter is a time when we could see, when we look at the nature, everything is dead and dull and cold, and there is no momentum in there is no, everything is immobile, everything is at a stake. So എല്ലാം നിശ്ചലമായി പോകുന്ന ഒരു ടൈമിൽ നിന്നും എല്ലാം തിരിച്ചു വരുന്ന ഒരു ടൈമാണ് സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം, ഇപ്പം നമ്മുടെ നാട്ടിൽ അത്രയ്ക്കധികം അങ്ങനെ എക്സ്ട്രീമായിട്ട് we couldn't experience this climatic differences and all that. We are living in a tropical region, so we couldn't find this extreme cold or snowfall and all that. Whereas in Western countries, these seasonal changes can vividly be expressed and experienced in its extremity. അപ്പോൾ അവിടെ വിൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരങ്ങളിലൊന്നും ഇലകളില്ല. പക്ഷെ മെല്ലെ സ്പ്രിങ് തുടങ്ങുമ്പോഴത്തേക്കും ഓരോ ചെറിയ ചെറിയ ഇലകളൊക്കെ ഓരോ മരത്തിലും വന്നു തുടങ്ങി. ഇവിടെയും ചില ചെടികളിലൊക്കെ നമുക്കങ്ങനെ കാണാനായിട്ട് സാധിക്കും, എല്ലാ ചെടികളൊന്നുമല്ല. ചില ചെടികളിലൊക്കെ അത് ആകെ വാടി ആകെ ഇലകളൊക്കെ പൊഴിച്ച് മെല്ലെ മെല്ലെ ചെറിയ ചെറിയ നാമ്പുകൾ ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. ആൻഡ് സ്പ്രിങ് സീസൺ വി മെൻഷൻഡ് അബൌട്ട് വിഷു, ഈസ്റ്റർ ആൻഡ് ഓൾ ദാറ്റ്. ഈസ്റ്റർ എഗ്സിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. വൈ ഈസ്റ്റർ എഗ്സ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നു. എഗ്സ്, ഇറ്റ് ഷോസ് ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് റീപ്രൊഡക്ഷൻ. ഒരുപാട് റീപ്രൊഡക്ഷൻ നടക്കുന്ന 2
ക്രീച്ചേഴ്സാണ്, ഒന്ന് ഹെന്നും ഒന്ന് റാബിറ്റും. ദാറ്റ്സ് വൈ ഈസ്റ്ററിനെ സിഗ്നിഫൈ ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് ഇഫ് യു മേ ബി വാച്ചിങ്, ഇഫ് യു വാച്ച് എ കുക്കറി ഷോ യു ക്യാൻ സീ ദ ഈസ്റ്റർ ബണ്ണീസ് ആൻഡ് എഗ്സ് ആർ കെപ്റ്റ് ദ ഇറ്റ് വാസ് എ കസ്റ്റം, ഗ്രീക്ക് കസ്റ്റമാണ് ഈസ്റ്റർ എഗ്സ് അത് പെയിൻറ്റ് ചെയ്തിട്ട് റെഡ് കളറിൽ പെയിൻറ്റ് ചെയ്യുക ഇൻ ഓർഡർ ടു സിംബിളൈസ് ദ ക്രൂസിഫിക്കേഷൻ. ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ ബ്ലഡ് സിംബിളൈസ് ചെയ്തിട്ട് ഈസ്റ്റർ എഗ്സിൻ്റെ മുകളിൽ അവർ റെഡ് കളറിലെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ദേ വിൽ ഗിഫ്റ്റ്, നമ്മൾ ക്രിസ്മസ് കാർഡ് കൊടുക്കുന്ന പോലെ അവർ ഈസ്റ്ററിന് ദീസ് എഗ്സ് അവർ പെയിൻറ്റ് ചെയ്തിട്ടുള്ള പലതും എഴുതിയിട്ടൊക്കെയുള്ള എഗ്സ് അവർ പ്രസൻറ്റ് ചെയ്യാറുണ്ട്, ഗിഫ്റ്റ് ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. സോ എഗ്സ് മീൻസ് എ കൈൻഡ് ഓഫ് റീപ്രൊഡക്ഷൻ, എ കൈൻഡ് ഓഫ് റീബർത്ത് ഇസ് ഹാപ്പനിങ് ദർ. സോ എല്ലാം ചത്ത് എല്ലാം നിർജീവമായിട്ടിരിക്കുന്ന വിൻ്റർ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന സ്പ്രിംഗ് സീസണിൽ എല്ലാം പുനർജീവിക്കുകയാണ്. And Easter, we know that it symbolizes a resurrection, rebirth, revival. മനസ്സുകൊണ്ട് ജീവിക്കുക, പുനർജീവിക്കുക, വീണ്ടും ജനിക്കുക, ഉയർത്തെഴുന്നേൽക്കുക, അല്ലെ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ തിരുനാളാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. സോ മനസ്സുകൊണ്ട് നമ്മൾ വീണ്ടും മരിച്ച് വീണ്ടും ജീവിക്കുക, ഒരു ഗുഡ് പേഴ്സൺ ആയിട്ട് മാറുക, സിംബോളിക്കലായിട്ട്. അപ്പോൾ ഈ റീബേർത്ത് നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഹി ഹാഡ് റിട്ടൺ ഹിയർ, April is the cruelest month. The world, the human mind, it's still in its deadly state. Life in death and death in life, existence എന്ന് യെറ്റ്സ് പറഞ്ഞതുപോലെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുകയില്ല എന്നുള്ള ആ ഒരവസ്ഥയിൽ പോകുന്ന ഒരു സമൂഹം, ആ ഒരു കാലഘട്ടത്തിൻ്റെ, ആസ് ഐ മെൻഷൻഡ്, വേൾഡ് വാഴ്സും അതുപോലുള്ള ഒത്തിരി കോൾഡ് വാഴ്സും ഒക്കെ നടക്കുന്ന കാലഘട്ടമാണത് പ്രത്യേകിച്ച്. അപ്പോൾ സ്വന്തം നാടാണെങ്കിലും ഈ ലോകത്ത് എവിടെ നോക്കിയാണെങ്കിലും ഒരു ഹോപ്പും ഇല്ല, എല്ലായിടത്തും പ്രശ്നം, എല്ലായിടത്തും ദുരിതങ്ങളും മാത്രമുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഒരു തരി പോലും ഹോപ്പില്ലാതെ എന്തിന് ജീവിക്കണം എന്നൊക്കെയുള്ള എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയൊക്കെ നമ്മൾ കൂടുതലായിട്ടും കാണുന്നൊരു അബ്സേർഡിറ്റി ഒക്കെ കാണുന്നൊരു കാലഘട്ടമാണ്. That's why he had written April is the cruelest month, reading lilacs out of the dead land, mixing memory and desire, stirring dull roots with spring rain. Dull roots with spring rain, that is an end stop line. പക്ഷേ ആദ്യത്തെ ആ മൂന്നെണ്ണം, April is the cruelest month, breeding lilacs, so we have to mark breeding lilacs. Out of the dead land, mixing memory and desire stirring. We have to mark mixing and memory. Winter kept us warm, covering earth. Covering എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. We have to move on to the next line. Covering earth. So you have to mark covering and earth. In forgetful snow, feeding a little life with dried tubers. A little life with dried tubers, it's again an end-stop line. പക്ഷേ അതിന് മുമ്പുള്ള രണ്ട് വരികൾ enjambed ആണ്. Winter kept us warm, covering earth in forgetful snow, feeding a little life with dried tubers. സോ ഇങ്ങനെയാണ് നമ്മൾ എൻജാംമെൻറ്റ് അല്ലെങ്കിൽ എൻജാംഡ് ലൈൻസ് മാർക്ക് ചെയ്യേണ്ടത് എക്സാമിനേഷന് ചോദിക്കുമ്പോഴത്തേക്കും. ആൻഡ് ടെക്സ്ച്വൽ ആയിട്ടുള്ള ലൈൻസ് ഓർ ടെക്സ്ച്വൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് ചോദിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഇയറിലാണ് ഈ ഒരു ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ ദിസ് പേപ്പർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. സോ അവിടെ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളത് ടെക്സ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഗിവ് സീരിയസ് ഇമ്പോർട്ടൻസ് ടു യുവർ ടെക്സ്ച്വൽ ലൈൻസ്, ടെക്സ്ച്വൽ എക്സാമ്പിൾസ്. ഹാർഡിയുടെ പോയുണ്ട്, ഷേക്സ്പിയറിൻ്റെ ലൈനുണ്ട്. സോ ഇത് എൻ സ്റ്റോപ്പ് ലൈൻ ആണോ, ഇത് എൻജാംഡ് ലൈൻ ആണോ, ആണെങ്കിൽ എൻജാംമെൻറ്റ് മാർക്ക് ചെയ്യുക എന്നൊക്കെ ചോദിച്ച് വരുമ്പോഴത്തേക്കും അതിങ്ങനെ മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. സോ അൺടിൽ ദെൻ, all of you take care, be safe and be strong. Bye bye.